ഇന്നൊരു സ്ലീവ് ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതേപോലത്തെ 2 തുണി കഷ്ണം ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ വീതി എന്ന് പറയുന്നത് 4 ഇഞ്ചാണ്. അതിൻ്റെ നീളം എന്ന് പറയുന്നത് എവിടെയാണോ സ്ലീവിൻ്റെ അത് വരുന്നത് അവിടുത്തെ അളവാണ് എടുക്കേണ്ടത്. ഈ നീല കളറിലെ തുണി അതിന് പൈപ്പിംഗ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പൈപ്പിംഗ് ത്രെഡിൻ്റെ അറ്റം കാണുന്നില്ല, മിക്കവാറും കൊച്ചു സാരിക്കുള്ളത് ഇങ്ങനെ ആക്കി വെച്ചേക്കണത്. ക്രോസ് പീസിൽ പൈപ്പിംഗ് എങ്ങനെ വെച്ചെടുപ്പിക്കാന്നുള്ള വീഡിയോ ഒക്കെ ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ട്. വീഡിയോ ഒക്കെ ഒന്ന് കയറി കണ്ടു നോക്കിട്ടാ. ഒരു പീസിൻ്റെ നല്ല വശത്ത് ഇതേപോലെ 1/2 ഇഞ്ച് വിട്ടിട്ട് ഞാൻ ഇതേപോലെ ഒരു മാർക്ക് ചെയ്തിട്ടുണ്ട്. നമുക്ക് പൈപ്പിംഗ് വെച്ചെടുപ്പിക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണിത്. ത്രെഡ് ഇരിക്കുന്ന ഭാഗം ഉള്ളിലേക്ക് ആക്കി വെക്കണം കേട്ടോ. നല്ല ഡാർക്ക് കളറിൽ തന്നെ ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. ശരിക്കും മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തിരിക്കുന്നത്. ആദ്യം അതിൻ്റെ കോർണർ വരെ ഒന്ന് ഇതേപോലെ അടിച്ചു കൊടുക്കുക. അതിനുശേഷം പൈപ്പിംഗ് നല്ല കറക്റ്റായിട്ട് വളഞ്ഞിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് അവിടെ ചെറിയൊരു കട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. കട്ട് ചെയ്യുമ്പോൾ ആ വൈറ്റ് നൂല് കട്ട് ചെയ്ത് കളയരുതിട്ടാ. നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ വൈറ്റ് നൂലൊക്കെ ഇട്ട് അടിക്കണത്. അതിനുശേഷം പൈപ്പിങ്ങും തുണിയും ഇതേപോലെ ഇപ്പുറത്തെ വശത്തേക്ക് തിരിച്ചു വെച്ചിട്ട് ബാക്കിയുള്ള വശത്ത് ഇതേപോലെ അടിച്ചു കൊടുക്കുക. ഇനി അടുത്ത കോർണർ ഭാഗം വരുമ്പോൾ ഇതേപോലെ തന്നെ മാർക്ക് ചെയ്ത് കൊടുത്ത് വെച്ച് നിർത്തിയതിന് ശേഷം അവിടെ ചെറിയൊരു കട്ട് ഇട്ട് കൊടുത്തിട്ട് ഇതേപോലെ തിരിച്ചു വെച്ചിട്ട് ഇപ്പുറത്തെ സൈഡിലേക്ക് അടിക്കുക. 3 വശമാണ് നമ്മളിത് അടിച്ചിരിക്കുന്നത്. അപ്പോൾ പൈപ്പിങ്ങിൻ്റെ ക്ലോത്തിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് ഇതേപോലെ 3 ഭാഗം അളന്ന് നോക്കിയതാണ് അതിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത്. അതിനുശേഷം രണ്ടാമത്തെ പീസ് ഇതിൻ്റെ മുകളിലേക്ക് വെക്കാം. നല്ല വശങ്ങൾ മുഖാമുഖം വെച്ചതിന് ശേഷം ഇതേപോലെ തന്നെ ഒന്ന് അടിച്ചു കൊടുക്കുക. കോർണർ വരുമ്പോൾ ഇതേപോലെ സ്റ്റിച്ച് നിർത്തിയിട്ട് ഈ സൈഡിലേക്ക് അടിച്ചു കൊടുക്കണം. ഇത് മറിച്ചിടുന്നതിന് മുന്നായിട്ട് നമുക്ക് ഈ സൈഡും കാര്യങ്ങളൊക്കെ ഒന്ന് നന്നായിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ആ കോർണർ ഭാഗം ചെറിയ 2 കട്ടുകൾ ഇതേപോലെ ഇട്ട് കൊടുക്കുക. അതിനുശേഷം മറിച്ചിട്ട് കഴിഞ്ഞാൽ പൈപ്പിംഗ് ഒക്കെ നല്ല അടിപൊളിയായിട്ട് മറിഞ്ഞിങ്ങോട്ട് കിട്ടും. പൈപ്പിങ്ങിൻ്റെ ഇപ്പുറത്തെ സൈഡിൽ ഇതേപോലെ വൈറ്റ് കളറിൽ നൂല് കാണുന്നുണ്ടെങ്കിൽ ഉൾഭാഗത്ത് നല്ല രീതിയിൽ ടൈറ്റ് ചെയ്തിട്ട് ഒന്നും കൂടി ഒന്ന് അടിച്ചു കൊടുത്താൽ മതി. നല്ല രീതിയിൽ ഒന്ന് തേച്ചും കൂടി എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതേപോലെ സ്ലീവിൻ്റെ താഴ്ഭാഗത്ത് വെക്കാനുള്ള ഒരു കഫ് പോലുള്ള ഒരു സംഭവം നമുക്ക് കിട്ടും. 2 ബട്ടണും കൂടി വെച്ചൊന്ന് ഹൈലൈറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇത് എങ്ങനെ വേണമെങ്കിലും വെക്കാം കേട്ടോ. തിരിച്ചോ മറിച്ചോ വേണമെങ്കിലും വെക്കാം.